ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തലയ്ക്ക് മർദ്ദിച്ചത് എന്നാണ് അയാൾ നൽകിയിരിക്കുന്ന മൊഴി. കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇയാൾ ആ കുഞ്ഞിനെ മർദ്ദിക്കുമെന്നറിയാമായിരുന്നു, ആ നാട്ടുകാർക്കറിയാമായിരുന്നു. പക്ഷെ 1.5 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞിനെ അമ്മ അടക്കം യാതൊരു ശ്രദ്ധയും നൽകാതെയാണ് വളർത്തിയത് എന്ന് അമ്മയുടെ കുടുംബാംഗങ്ങൾ തന്നെ മൊഴി നൽകുന്ന സാഹചര്യമുണ്ട്. കുഞ്ഞിനെ വീണ്ടും കിട്ടാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. അവർക്കൊക്കെ ഈ കുഞ്ഞിനെ വേണമായിരുന്നു. പക്ഷേ എന്തിനാണ് പിന്നെ ഇവർ ആ കുഞ്ഞിനെ ഒപ്പം നിർത്തിയത് എന്നാണ് മനസ്സിലാകാത്തത്. അവർക്ക് വേണ്ട എന്നായിരുന്നുവെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെയോ കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ബന്ധുക്കൾക്കോ വിട്ടുകൊടുക്കാതെ സ്വന്തം വീട്ടിലിട്ട് ഉപദ്രവിച്ച് രസിക്കുക എന്ന് പറയുന്ന ക്രൂരകൃത്യം, പൈശാചിക കൃത്യം എന്തിനാണ് ഇയാൾ ചെയ്തത്? അതിനെന്തിനാണ് ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ കുട പിടിച്ചു കൊടുത്തത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇയാൾക്ക് എത്ര വയസ്സാണുള്ളത്? അയാളുടെ രൂപം കണ്ടാൽ 10-30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് മാക്സിമം എന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ നിലയ്ക്കുള്ള ക്രൂരത നമ്മുടെ നാട്ടിൽ ചെയ്തു വെച്ചത് എന്ന് മനസ്സിലാക്കാൻ ാണ് അതിൻ്റെ ഒരു ദുഷ്ടത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് കുമളിയിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരതയ്ക്ക് ഇരയായി ഷെഫീഖ് എന്ന് പറയുന്നൊരു കുഞ്ഞ് വലിയ അപകടത്തിന് ഇരയായത്. പുള്ളിയും അടി കിട്ടി പാടുകളുമായി ഷഫീഖിൻ്റെ ശരീരം നമുക്ക് കിട്ടുന്ന സമയത്ത്, നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് കേരളത്തിനതൊരു വലിയ വേദനയായിരുന്നു. പിന്നീട് ആരുമല്ലാത്തൊരു സ്ത്രീ സ്വന്തം മകനെ പോലെ സ്വന്തം ജീവിതം തന്നെ ഹോമിച്ച് അവനെ വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും അതിനിടയിലാണ് സ്വന്തം കുഞ്ഞിനെ ഈ തരത്തിലുള്ള നരവേട്ടയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള മനുഷ്യർക്ക് സാധിക്കുന്നത്. കുഞ്ഞ് മരിക്കുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊന്നും ഒരു ന്യായീകരണമല്ല. കാരണം ആ ദിവസം മാത്രമല്ല കുഞ്ഞിന് മർദ്ദനമേൽക്കുന്നത്, നിരന്തരമായ മർദ്ദനത്തിന്റെ പാടുകളും ക്ഷതങ്ങളും ഒക്കെ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സാഹചര്യം. ആ വീട്ടിലേക്കുള്ള വഴിയും ആ വീടിന്റെ സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട ഇടമാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് ഇവർ താമസത്തിനെത്തിയത് എന്നതുപോലും സംശയിക്കപ്പെടുന്നു എന്നതാണ്. കുഞ്ഞുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പക്ഷേ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളും പാവകളും ഒക്കെ നമുക്ക് തെളിവെടുപ്പിന് വേണ്ടി അഷ്കറിനെ അവിടേക്ക് എത്തിച്ചപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതൊക്കെ വേദന നൽകുന്ന ദൃശ്യങ്ങളാണ്. അതൊന്നും ഉപയോഗിച്ചൊന്ന് കളിക്കാൻ പോലുമുള്ള മാനസികമോ ശാരീരികമായോ അവസ്ഥ ആ കുഞ്ഞിന് അവശേഷിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് പോലീസുകാർ പരിശോധിക്കുന്നത് എന്നറിയില്ല. വീടിന് താഴേക്ക് പോലീസുകാർ അഷ്കർ ചൂണ്ടിക്കാണിച്ച ഇടത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പോലീസ് തന്നെ പകർത്തുന്നുണ്ട്. അതിനൊപ്പം ദൃശ്യമാധ്യമ പ്രവർത്തകരും പകർത്തുന്നുണ്ട്. അഷ്കറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇയാളാണ്.